ശ്രീവിജയം കാർത്തികേയൻ. ഒരു സമയത്ത് മധ്യ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജകേസരികളിൽ ഒരുവനായിരുന്നവൻ. തെക്കൻ തിരുവിതാംകൂറിന്റെ കാലത്തെ ഉത്സവപൂരങ്ങളിലെ നായകനായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലുള്ള വർക്കലയിലുള്ള ബിനുരാജ് എന്ന മുതലാളിക്ക് സ്വന്തമായിരുന്നവൻ. നാടനാനകളിലെ അസൽ നാട്ടാനച്ചന്തം അതായിരുന്നു ഇവൻ. തെക്കൻ കേരളത്തിലെ ഉയരക്കേമന്മാരിൽ ഒരുവൻ കൂടിയായിരുന്നു. കേരളത്തിൽ ജനിച്ച ആനക്കുട്ടി എന്നാണ് അറിവ്. പണ്ട് കേരളത്തിൽ ഭാരത സർക്കസുകാർ കൊണ്ടുവന്ന പിടിയാനയിൽ ജനിച്ചതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 3-4 പേരുകളിൽ കൈമാറ്റം നടന്നിട്ടുണ്ട്. ചൂരക്കാട്ടുകര മണികണ്ഠൻ, കരിങ്കുന്നം ലക്ഷ്മിനാരായണൻ, ചാത്തപുരം ഗണപതി, ആതിര വിഷ്ണു എന്നീ പേരുകളിൽ നിന്നിട്ടുണ്ട്. ഭാരത് സർക്കസിൽ നിന്നും മനുശ്ശേരി ഹരി വാങ്ങി. തുടക്കകാലം മനുശ്ശേരി തറവാട്ടിലെ ഒരംഗമായിരുന്നു. അന്നിവൻ മനുശ്ശേരി വിഷ്ണു എന്ന പേരിൽ. അവിടെ നിന്നും പാലക്കാട് ചാത്തപുരത്ത്. അതെ, അക്കാലത്ത് കരിമ്പനക്കൂട്ടങ്ങൾക്കിടയിൽ കഥ പറഞ്ഞു നടന്നവൻ. പിന്നീട് തെക്കൻ കേരളത്തിലെത്തി തന്റേതായ ഒരു സാമ്രാജ്യം തീർത്തവൻ. ആനചിത്രങ്ങളോട് മലയാളിക്കെന്നും പ്രിയമേറെയുണ്ട്. നമ്മുടെ നാട്ടിലെ ഗജവീരന്മാർ ആന തലയെടുപ്പോടെ വെള്ളിത്തിരയിലേക്ക് അടിവെച്ചു കയറിയിട്ട് 46 വർഷത്തിൽ കൂടുതലാകുന്നു. നായകനായും ചിലപ്പോഴൊക്കെ നായകനോളം പോകുന്ന തലപ്പൊക്കത്തിലും ആനക്കഥകൾ പലതവണ നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടു. അങ്ങനെ ഒരു കഥ ഇവിടെയുമുണ്ട്. ശ്രീവിജയം കാർത്തികേയൻ 2-3 സിനിമകളിൽ ഇവൻ തിളങ്ങിയിട്ടുണ്ട്. അഭിനയിച്ച 2 സിനിമകളും മോഹൻലാലിന്റെ കൂടെ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഇവൻ ചാത്തപുരം ഗണപതിയായിരിക്കുന്ന കാലത്ത് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. തെക്കിന്റെ തെച്ചിക്കോടൻ എന്ന ഓമന പേരിൽ ആനപ്രേമികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ശ്രീവിജയം കാർത്തികേയൻ അവസാനം യാത്രയായി. ഇവൻ ചെരിയുമ്പോൾ പ്രായം 50 വയസ്സിൽ താഴെ മാത്രം. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു കേട്ടത്. നിരവധി പട്ടങ്ങൾ ഇവനെ തേടിയെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി കിട്ടിയത് കളഭശൃംഗശ്രേഷ്ഠൻ എന്ന പട്ടമാണ്. നാടൻ ആനയുടെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉള്ളവനായിരുന്നു. അതുപോലെ തന്നെ നല്ല തലക്കുന്നി, ഭംഗിയുള്ള വലിയ കൊമ്പുകൾ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു കാലത്ത് അത്യാവശ്യം ചട്ടമ്പിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശാന്ത സ്വഭാവം കൊണ്ടും എഴുന്നള്ളിപ്പ് ചിട്ടകൾ കൊണ്ടും ഒറ്റപ്പാളി ഗണത്തിൽപ്പെട്ട മികച്ച കൊമ്പനായി മാറിയിരുന്നു. അതുമാത്രമല്ല, ഒരു കാലത്ത്, അതായത് ചാത്തപുരം ഗണപതിയായിരുന്ന സമയത്ത് കൽപ്പാത്തി രഥം തള്ളുന്നതിൽ പ്രധാനിയായിരുന്നു. നടകൾ ഉയർത്തി ബാഹുബലി രീതിയിൽ വണങ്ങുന്നതിൽ കഴിവ് തെളിയിച്ചിരുന്നവനായിരുന്നു. അപ്രതീക്ഷിതമായ ഇവന്റെ വിയോഗം ആനക്കേരളത്തിനൊരു വലിയ തീരാനഷ്ടം തന്നെയാണ്.